ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്രി മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 3 ഫേസ് ഇൻവെർട്ടർ വയറിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് 3 ഫേസ് DB വയറിംഗ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 3 ഫേസ് DBയുടെ തന്നെ ഇൻവെർട്ടറിന്റെ വയറിംഗ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് 3 ഫേസ് ഇൻവെർട്ടറിന്റെ വയറിംഗ് ആണ്. അപ്പോൾ നമുക്ക് കാണാം, നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത് DBയുടെ അകത്തുള്ള 3 ഫേസ് ഇൻവെർട്ടർ വയറിംഗിന്റെ ഡയഗ്രാമാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആദ്യം നേരത്തെ പറയേണ്ടത്, നമ്മൾ ഇത്രയും നേരം ചെയ്തത് നമ്മൾ 3 ഫേസ് DBയുടെ വയറിംഗ് ആണ്, സാധാരണ വയറിംഗ്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഇൻവെർട്ടറിന്റെ വയറിംഗ് ചെയ്യാൻ വേണ്ടി ഇൻവെർട്ടറും അതിന്റെ പ്ലഗ് ഒക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് 3 ഫേസ് എന്ന് പറയുമ്പോൾ 3 ഫേസ് ആയിരിക്കും വരുന്നത്. 4 പേര് മൊത്തം 3 ഫേസും ഒരു ന്യൂട്രൽ ആയിരിക്കും വരുന്നത്. അപ്പൊ അതിനെ BYR എന്നാണ് പറയുന്നത്. അത് കളർ കോഡിനാണ് പറയുന്നത്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ 3 ഫേസ് എനർജി മീറ്ററിലേക്ക് കയറിയിട്ട് അവിടുന്ന് ഔട്ട്പുട്ട് നേരെ ഐസൊലേറ്ററിലേക്ക് വരും. ഇത് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. അപ്പൊ കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് എടുത്ത് ഓരോന്ന് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. അപ്പൊ നമ്മള് RYB KCBയുടെ എനർജി മീറ്റർ, അതായത് നമ്മുടെ വീടിന്റെ അകത്തേക്കുന്ന KCBയുടെ എനർജി മീറ്റർ ആണ് ഇത്. അപ്പൊ ഇതിലേക്ക് ഇൻപുട്ട് കയറിയിട്ട് അവിടെ നിന്നാണ് ഔട്ട്പുട്ട് പോകുന്നത്. അപ്പൊ ഈ ഔട്ട്പുട്ട് നേരെ പോയി നമ്മുടെ ഐസൊലേറ്ററിലേക്കാണ് ആദ്യം കയറുന്നത്. ചില സ്ഥലത്ത് ഇവിടെ മെയിൻ സ്വിച്ച് വെക്കാറുണ്ട്. ഇത് ആദ്യം കയറുന്നത് മെയിൻ സ്വിച്ചിലേക്കാണ്, അതിനുശേഷമാണ് ഐസൊലേറ്ററിലേക്ക് കയറാറ്. അപ്പൊ ചില സ്ഥലത്ത് ഐസൊലേറ്ററാണ് വെക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഐസൊലേറ്റർ കാണിച്ചത്. അപ്പൊ ഐസൊലേറ്ററിന്റെ ഇൻപുട്ടിലേക്ക് 4 പേരാണ് കയറുന്നത്, 3 ഫേസും ഒരു ന്യൂട്രും. അത് നമ്മൾ നേരെ കയറി അടുത്തത് RCTBയിലേക്കാണ് പോകുന്നത്. RCTBയുടെ ഇന്നിലേക്ക് 4 പേരാണ് മൊത്തം കയറുന്നത്, 3 ഫേസും ഒരു ന്യൂട്രും. അതിലെ ന്യൂട്രൽ പിന്നെ ഔട്ട് നേരെ കോമൺ ആയിട്ട് ന്യൂട്രൽ ബാറിലേക്ക് പോകും. പിന്നെ 3 ഫേസ് 3 റോട്ടറി സ്വിച്ചിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ റോട്ടറി സ്വിച്ച് എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ഒരു സ്ഥലത്ത് കറണ്ട് ഇല്ലെങ്കിൽ അത് തിരിച്ച് അടുത്ത സ്ഥലത്ത് കറണ്ട് ആകാനാണ് റോട്ടറി സ്വിച്ച് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ആദ്യം റെഡിലേക്ക് ഫസ്റ്റ് ഇതിലേക്ക് പാരലായിട്ട് ഓരോ ഇതിലേക്കും കണക്ട് ചെയ്യും. യെല്ലോ അതുപോലെ തന്നെയാണ് കണക്ട് ചെയ്യുന്നത്. 3 റോട്ടറി സ്വിച്ചിന്റെ പാരലായിട്ട് കണക്ട് ചെയ്യും. ബ്ലൂവും അതുപോലെ തന്നെ 3 റോട്ടറി സ്വിച്ചിലേക്കും കണക്ട് ചെയ്യും. പിന്നെ നമ്മൾ റോട്ടറി സ്വിച്ചിന്റെ ഔട്ട് പോകുന്നത്, നമ്മൾ ഫസ്റ്റത്തെ ഔട്ട് എടുത്തേക്കുന്നത് 1000 MCBക്കാണ്. നമുക്കിവിടെ കാണാൻ പറ്റും ഫസ്റ്റ് MCB 20 ആംപിയറിന് എടുത്തേക്കുന്നത്. അപ്പൊ സാധാരണ രീതിയിൽ ഇൻവെർട്ടർ വയറിംഗ് ചെയ്യാത്ത വീടുകളിലേക്കാണെങ്കിൽ MCB കണക്ട് ചെയ്ത് എല്ലാത്തിലും കൊടുക്കും. നമ്മൾ ഇൻവെർട്ടർ വയറിംഗിന്റെ സെക്ഷനാണ് ഇത് എടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ ഇൻവെർട്ടർ കറണ്ട് പോയി കഴിയുമ്പോൾ ഏതൊക്കെ സപ്ലൈ ഓൺ ആവണ്ടേ അതിലൊക്കെയാണ് നമ്മൾ ഈ ഇൻവെർട്ടർ ലൈൻ കൊടുക്കുന്നത്. അപ്പൊ ലോഡ് കുറഞ്ഞ ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഇൻവെർട്ടറിൽ കൊടുക്കുന്നത്, ലോഡ് കൂടിയത് ഒരിക്കലും കൊടുക്കില്ല. അപ്പൊ നമ്മൾ MCBയുടെ ഇന്നിലേക്ക് നമ്മൾ റോട്ടറി സ്വിച്ചിന്റെ ഇന്ന് നേരെ ഫസ്റ്റ് MCBയുടെ ഇന്നിലേക്ക് കയറും. ഇത് ആംസ് കൂടി 20 ആംപിയർ MCB ആണ്. ഇതിന്റെ ഔട്ട് നേരെ പോയിരിക്കുന്നത് നമുക്ക് കാണാം. നേരെ പോയിരിക്കുന്നത് നമ്മുടെ ഇൻവെർട്ടർ വെച്ചേക്കണ പ്ലഗിന്റെ സോക്കറ്റിലേക്കാണ്. അവിടെ നമ്മൾ സാധാരണ ഇൻവെർട്ടറിന്റെ ഇൻപുട്ട് കൊടുക്കുന്നത് ഇവിടെ നിന്നാണ്. അപ്പൊ നമ്മൾ സാധാരണ പ്ലഗ് കൊടുക്കണവർ കൊടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഔട്ട് നേരെ പോയി ഇതിനകത്തേക്കാണ് കയറുന്നത്. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ന്യൂട്രും ഇവിടെ നിന്ന് ന്യൂട്രൽ എടുത്തിട്ടുണ്ട്. എർത്ത് നമ്മുടെ എർത്ത് ലിങ്കിൽ നിന്ന് എർത്ത് കൊടുത്തിട്ടുണ്ട്. എർത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ഇങ്ങനെ പാനലിൽ കാണിച്ചേക്കുന്നതാണ്. എർത്ത് സാധാരണ നമ്മൾ കോപ്പർ വയറൊക്കെ ഇട്ട് എർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ റോട്ടറി സ്വിച്ച്, രണ്ടാമത്തെ റോട്ടറി സ്വിച്ച് സാധാരണ രീതിയിൽ ഇത് കറണ്ട് പോയി ഇതിനകത്തേക്കൊന്നും ഇൻവെർട്ടർ ലൈൻ വരില്ല. കാരണം ഇത് ആംപിയർ കൂടുതൽ എടുക്കണാനാണ് നമ്മൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഏതൊക്കെയാണ് ഇൻവെർട്ടർ ലൈൻ കൊടുക്കേണ്ടത് അവിടെ നിന്ന് ഔട്ട്, നമ്മുടെ ഇൻവെർട്ടറിന്റെ ഔട്ട് നേരെ വന്നിട്ട് ആ MCBയുടെ കടിയിലേക്കാണ് കയറിക്കുന്നത്. അവിടെ നിന്ന് ഓരോ സ്ഥലത്തേക്ക് ഏതൊക്കെ റൂമിലാണ് നമുക്ക് കറണ്ട് പോയിക്കുമ്പോൾ വെട്ടം വേണ്ട അവിടേക്കാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്. അത് നമ്മൾ ഇൻവെർട്ടറിന്റെ ഔട്ട് ഫേസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ന്യൂട്രൽ കോമൺ ആയതുകൊണ്ട് ഈ ന്യൂട്രൽ ലിങ്ക് ബാറിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഫേസ് മാത്രമാണ് ഇതിനകത്ത് എടുത്തിട്ടുള്ളൂ. അപ്പൊ നമ്മളിപ്പോ കറണ്ട് പോയി കഴിയുമ്പോൾ ഈ 3 ലൈൻ, അതായത് BYR എന്ന് പറയുന്ന ഈ 3 ഫേസിലും കറണ്ട് ഇല്ലെങ്കിലാണ് നമ്മൾ ഇൻവെർട്ടർ സപ്ലൈ എടുത്ത് വർക്ക് ചെയ്യുന്നത്. അല്ല നമ്മൾ ഈ റെഡിൽ മാത്രമേ കറണ്ട് പോയിട്ടുള്ളെങ്കിൽ നമ്മളത് തിരിച്ച് റോട്ടറി സ്വിച്ച് തിരിച്ച് വൈയിലേക്ക് ഇട്ടാണെങ്കിൽ വൈയില് കറണ്ട് ഇനി വൈന്ന് കിട്ടും. ഇനി വൈയിലും റെഡിലും കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ബിന്ന് ഇടാം. 3ലും കറണ്ട് ഇല്ലെങ്കിലാണ് മാത്രമാണ് നമ്മൾ ഇൻവെർട്ടർ സപ്ലൈ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഇൻവെർട്ടർ കണക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇൻവെർട്ടറിന്റെ ഇവിടെ അതായത് ഔട്ട്പുട്ട് കൊടുത്തേക്കുന്നത് ഇതുപോലത്തെ ഒരു പ്ലഗ് ആയിരിക്കും. നമുക്കിവിടെ കാണാം, നമ്മൾ ഇതുപോലത്തെ ഒരു പ്ലഗ് ആയിരിക്കും, 3 പിൻ ടോപ്പ് ആയിരിക്കും നമ്മൾ ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ ഇത് ബൈപ്പാസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ ഇൻവെർട്ടറിന് വല്ല കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്ലഗിന്ന് ഇതുപോലത്തെ പ്ലഗ് കൊടുക്കാൻ സപ്ലൈ ആയിരിക്കും ഇൻപുട്ട്. ആ ഇൻപുട്ട് പിടിച്ചിട്ട് നമ്മൾ ഈ കൊടുത്തേക്കണ പ്ലഗ് നേരെ ഊരി നമ്മൾ ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻവെർട്ടർ ഊരി എടുക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഇത് ബൈപ്പാസ് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ 2 വേ സ്വിച്ച് വെച്ച് ബൈപ്പാസ് ചെയ്യാൻ പറ്റും. അപ്പൊ പല രീതികളുണ്ട്, അത് കുറെ ടൈപ്പ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് ഊരാതെ തന്നെ 2 വേ സ്വിച്ച് വെച്ച് ബൈപ്പാസ് ചെയ്യാൻ പറ്റും. അപ്പൊ കുറെ ടെക്നിക്ക് ഉണ്ട് ഇത് ബൈപ്പാസ് ചെയ്യാൻ. ഇപ്പൊ നമ്മളിവിടെ ബൈപ്പാസ് ചെയ്യുന്നത്, നമ്മൾ ഇവിടുന്ന് ഇൻവെർട്ടറിന്റെ സപ്ലൈ ഊരിയിട്ട് നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബൈപ്പാസ് ചെയ്ത് കിട്ടും.
അപ്പോൾ നമ്മൾ നേരെ KCB എന്നായിരിക്കും പ്രവർത്തിക്കണം. അപ്പോൾ നമ്മൾ ഇൻവെർട്ടർ എന്തെങ്കിലും ആവശ്യം വന്നാൽ കംപ്ലൈൻ്റ് ഒക്കെ ഒന്ന് ഊരി വയ്ക്കാൻ പറ്റും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ സപ്ലൈ ഇവിടെ നിന്ന് കയറി നേരെ ഇതിനകത്ത് വന്നിട്ട് ഇതിനകത്തുനിന്ന് എടുത്തായിരിക്കും ഇവിടെ പ്രവർത്തിക്കുക. അപ്പോൾ ഈ തന്നെ കറണ്ട്, അതായത് കറണ്ട് പോയി കഴിയുമ്പോൾ ഇവിടെ കട്ടാവും. ഇവിടെ കട്ടായി കഴിയുമ്പോൾ നമ്മൾ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന കറണ്ട് എടുത്ത് ഇൻവെർട്ടറിൻ്റെ ഔട്ട് എടുത്ത് ഇങ്ങനെ പ്രവർത്തിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ വയറിംഗ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്തത് 3 ഫേസ് DB ഇൻവെർട്ടർ വയറിംഗ് ആണ് നമ്മളിന്ന് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതിനു മുമ്പ് നമ്മൾ 3 ഫേസ് DB വയറിംഗ് ചെയ്തിരുന്നു. അപ്പോൾ കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഇൻവെർട്ടർ വയറിംഗ് കാണാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത ഇൻവെർട്ടർ വയറിംഗിൻ്റെ ഡയഗ്രാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കയറാണെങ്കിൽ അത് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക. നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ടെക്പരമായ വീഡിയോസ് ആയിരിക്കും. അതായത് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് സോളാറിൻ്റെ തന്നെ ഓഫ് ഗ്രിഡ് ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ വയറിംഗ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഒരു പുതിയ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും